ലെബനനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. നിരവധി പേർ കൊല്ലപ്പെട്ടു, ഏറെ പേർക്ക് പരിക്കെന്ന് റിപ്പോർട്ട്. ആക്രമണം തുടർന്നാൽ ഉത്തര ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുമെന്ന് ഹിസ്ബുല്ലയുടെ മുന്നറിയിപ്പ്. ഇറാൻ US യുദ്ധം 97-ാം ദിവസം. ഇനിയും സമാധാനത്തിനും വെടിനിർത്തലിനും കരാറില്ല. 25 ശതകോടിയുടെ ആണവ സഹകരണത്തിന് ഒപ്പുവെച്ച് ഇറാനും റഷ്യയും. ഇന്ത്യക്കെതിരെ വീണ്ടും US പ്രസിഡന്റ് ട്രംപ്. വർഷങ്ങളായി അമേരിക്കയെ ഇന്ത്യ ചൂഷണം ചെയ്യുകയായിരുന്നു. US കമ്പനികളിൽ നിന്ന് വൻ നികുതി ഇന്ത്യ ഈടാക്കി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക പണം സമ്പാദിക്കുന്നെന്നും ട്രംപ്. പ്രധാനമന്ത്രി മോദി ഉറ്റ സുഹൃത്ത്. ഉടൻ തന്നെ വ്യാപാര കരാറിലെത്തുമെന്നും പരാമർശം. കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധ സമ്മേളനം നാളെ ഡൽഹിയിൽ. പിന്തുണയുമായി കൂടുതൽ പേർ. പ്രതിപക്ഷത്തെ യുവനേതാക്കളും പങ്കെടുക്കുമെന്ന് സൂചന. SFIയിൽ നിന്ന് IC ഘോഷും സമ്മേളനത്തിലെത്തും. നടൻ പ്രകാശ് രാജും പങ്കെടുത്തേക്കും. തന്നെ സ്വീകരിക്കാൻ ആരും വിമാനത്താവളത്തിൽ എത്തേണ്ടെന്ന് കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ. വിമത നീക്കം നേരിടുന്ന മമതാ ബാനർജിക്ക് പിന്തുണയുമായി മഹുവ മൊയ്ത്ര. വിമതരെ തള്ളി മമതയെ പുകഴ്ത്തി പരാമർശം. മമത പാർട്ടിയെ തിരികെ ഭരണത്തിൽ കൊണ്ടുവരുമെന്ന് മഹുവ. വിമതർക്കെതിരെ കടുത്ത നിലപാടെടുക്കുമെന്ന് മമത. പഞ്ചാബിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കം. മുൻ BJP മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് മടങ്ങുന്നു. രവനീത് സിംഗ് ബിട്ടുവും BJP വിട്ടേക്കുമെന്ന് റിപ്പോർട്ട്. രാഷ്ട്രീയ നാടകങ്ങൾക്ക് വഴിവെച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട തിരിച്ചടിയും നേതൃതർക്കവും. എല്ലാം അഭ്യൂഹമെന്ന് പ്രതികരിച്ച അമരീന്ദർ. കാലവർഷം എത്തിയതിന് പിന്നാലെ ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബാക്കിയിടങ്ങളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും തീരത്ത് തിരമാലയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ ദക്ഷിണ കാനറയിലും കുടകിലും. ആലപ്പുഴയിൽ ആയിരക്കണക്കിന് ആളുകൾ അവധിക്കാല ഉല്ലാസത്തിനെത്തിയ വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മലിനജലം. വണ്ടർഫാൾസിൽ കൃത്രിമ വെള്ളച്ചാട്ടം സൃഷ്ടിച്ച വെള്ളം മനുഷ്യ വിസർജ്ജം കലർന്നതെന്ന് കണ്ടെത്തൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജലത്തിന്റെ സാമ്പിളുകളിൽ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം. ഉല്ലാസത്തിനെത്തിയ ചിലർ ചികിത്സ തേടിയെന്നും സൂചന. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കാനിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൊച്ചിയിൽ. രാഹുൽ നവീന്റെ വരവ് പിണറായിയുടെ വീടിന് മുന്നിൽ. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കും. സ്റ്റേ ഇല്ലെങ്കിൽ വീണയുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ അതിവേഗം. മാസം 1 കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പിൽ തോറ്റതെങ്ങനെയെന്ന് പഠിച്ചു തീരാതെ CPM. സെക്രട്ടേറിയറ്റിൽ നിന്ന് ചേരും. ഞായറും തിങ്കളും സംസ്ഥാന കമ്മിറ്റി. പിണറായി വിജയനും MV ഗോവിന്ദനും കീഴ്ഘടകങ്ങളിൽ ഉയർന്ന മറുപടിക്ക് എന്ന് നൽകും. CPI കടുംപിടുത്തം തുടരുന്ന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് ചർച്ചയും പാർട്ടിയിൽ. താരസംഘടന അമ്മയിലെ തമ്മിൽ തല്ലിൽ തെളിവെടുപ്പ് തുടരുന്നു. പരാതിക്കാരി ആൻസിബയെയും ആരോപണ വിധേയരായ ടിനി ടോമിനെയും പ്രത്യേക കമ്മിറ്റി കേൾക്കും. താൻ നിർദ്ദേശിച്ചവരെ ഉൾപ്പെടുത്താത്തിടത്തോളം തെളിവ് നൽകില്ലെന്ന് അൻസിബ. പാലക്കാട് പുതുനഗരം ഇസ്ലാമിക് ജിം വിവാദത്തിൽ വിശദീകരണവുമായി ഉടമ നവാസ്. എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സമയം. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും നവാസ് ന്യൂസ് 18നോട്. ലഹരി മാഫിയയുടെ വേരറക്കാൻ ഓപ്പറേഷൻ തൂഫാൻ തുടരുന്നു. ഇന്നലെ 368 പേർ അറസ്റ്റിൽ. MDMAയും വിവിധ മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ഓരോ പോലീസ് സബ് ഡിവിഷനിലും പരിശോധനയ്ക്ക് 4 സ്ക്വാഡുകൾ. രാസലഹരി ഉണ്ടാക്കുന്ന ലാബുകളും നിരീക്ഷണത്തിൽ. രഹസ്യവിവരം കൈമാറാൻ ആപ്പും ചാറ്റ് ബോട്ടും ഉടൻ. സഞ്ജു സാംസണെ പരിഗണിച്ചെങ്കിലും T20 ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നറുക്ക് വീണത് ശ്രേയസ് അയ്യർക്ക്. സൂര്യകുമാർ യാദവിന് തിരിച്ചടിയായത് സമീപകാലത്തെ മോശം ഫോം. ഗംഭീറിന്റെ താൽപര്യത്തെക്കാൾ BCCI പരിഗണിച്ചത് അജിത് അഗാർക്കറിന്റെ നിലപാടിനോട്. സൂര്യകുമാർ യാദവ് ടീമിലും ഉണ്ടായേക്കില്ല. വൈഭവ് സൂര്യവംശിയെ ഉൾപ്പെടുത്തിയേക്കും. പ്രഖ്യാപനം ശനിയാഴ്ച. വിശദമായ വാർത്ത.